الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ തഖ്വ ചെയ്യാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി അവൻ്റെ ഇഷ്ടത്തിലായി ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലുള്ള അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാനും കുടുംബവുമായി ആഫിയത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി ഇനിയും സന്തോഷകരമായ രീതിയിൽ ജീവിക്കുവാനും അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു അപകട മരണങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുർ റൂമിൽ 3 ഘട്ടങ്ങളായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. ശൈശവത്തെയും യൗവനത്തെയും തുടർന്നുള്ള വാർദ്ധക്യത്തെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവയൊക്കെ നേരിട്ട് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് സൂറത്തുർ റൂമിലൂടെ പറയുന്നത് അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ദുഅഫിൻ. അല്ലാഹു തആല അവനാണ് നിങ്ങളെ ബലഹീനതയിൽ നിന്ന്, ബലഹീനമായ അവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ. അതിനുശേഷം അല്ലാഹു ആ ബലഹീനതയ്ക്ക് ശേഷം ഒന്നും അറിയാതെ, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ കാലിട്ടടിച്ച് കരയുക മാത്രം ചെയ്യുന്ന ആ ശൈശവത്തിൽ നിന്നും ആ ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, അല്ലാഹു ആ ബലഹീനതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ശക്തി തന്നു, ആരോഗ്യം തന്നു. യൗവനത്തെ അല്ലാഹു അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ ആരോഗ്യകരമായ കാലഘട്ടമാണ് യൗവനമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അല്ലാഹു വീണ്ടും പറയുന്നത് ثم جعل من بعد قوة ضعفا وشيبا.
ആ ശക്തിക്ക് ശേഷം, ആ ആരോഗ്യകരമായ കാലഘട്ടത്തിന് ശേഷം അല്ലാഹു തആല വീണ്ടും ബലഹീനതയും നരയും നിങ്ങൾക്ക് നൽകുകയുണ്ടായി. അഥവാ വാർദ്ധക്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് പോലെ വീണ്ടും രണ്ടാമതൊരു ബാല്യമെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. യൗവനത്തിലുള്ള പ്രസരിപ്പും ഓജസ്സും തേജസ്സുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് കാഴ്ചക്കുറവും കേൾവിക്കുറവും അങ്ങനെയുള്ള ഒരുപാട് ശാരീരിക അവശതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു വാർദ്ധക്യ കാലഘട്ടം അല്ലാഹു തആല വേറെയും ഒരുപാട് സ്ഥലത്ത് വാർദ്ധക്യത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാർദ്ധക്യത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ وَمِنْكُمْ مَنْ يُرَدُّ إِلَى أَرْذَلِ الْعُمُرِ لِكَيْ لَا يَعْلَمَ بَعْدَ عِلْمٍ شَيْئًا. അതിലേറ്റവും നിന്ദ്യമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും സ്വന്തമായി ഒരുപാട് വിഷമതകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന വാർദ്ധക്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും ഇത്തരത്തിലുള്ള വാർദ്ധക്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് നബി തങ്ങൾ അങ്ങനെയുള്ള വാർദ്ധക്യത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവലിന് ചോദിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശൈശവത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ദുഅഫാണ്, ബലഹീനമായ കാലഘട്ടമാണ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ വാർദ്ധക്യത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശേഷിപ്പിക്കുകയുണ്ടായി. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ബലഹീനതയിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ വികൃതികൾ, അതൊക്കെ എപ്രകാരം കുസൃതികളായി നമ്മൾ കാണുകയും അവരെ അത്തരത്തിൽ സമീപിക്കുകയും അവരോട് അത്തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നുവോ, അതുപോലെ ബലഹീനമായ മറ്റൊരവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ വാർദ്ധക്യത്തിലെ ബലഹീനതയിൽ നിന്നും അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എപ്രകാരമാണോ അതുപോലെ കാണാനും അവരെ നല്ല രൂപത്തിൽ പരിചരിക്കുവാനും ഒരു മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലി ഉമ്മൻ ബലഗ മിൻഹൽ കിബർ, എനിക്ക് വളരെയധികം പ്രായമായ ഒരു ഉമ്മയുണ്ട്. അന്നഹാ ലാ തഖദി ഹാജതഹാ ഇല്ലാ ളഹരി ലഹാ മതിയ, അവർക്ക് അവരുടെ യാതൊരു കാര്യങ്ങളും സ്വന്തമായി ചെയ്യാനുള്ള കഴിവില്ല. അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും അവർ നിർവഹിക്കുന്നത് എന്റെ സഹായത്തോടു കൂടിയാണ്. എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവര് എടുത്തു നടന്നിരുന്നത് അതുപോലെ ഞാൻ അവരെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് അവരിന്നുള്ളത്. ഫഹൽ ലദ്ദൈതു ഹഖ്ഖഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ കടമ അവരോട് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല, ലിഅന്നഹാ കാനത് തദഉ ബികദാലിക തസ്നഉ ബികദാലിക വഹിയ തമന്നാ ബഖാഅക, ഒരിക്കലും നീ എന്ത് ചെയ്താലും നിന്റെ ഉമ്മയോടുള്ള കടമ നിനക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. കാരണം ആ ഉമ്മ നിന്നോട് അങ്ങനെ ചെയ്തിരുന്നത്, അവർ തതമന്ന ബഖാഅക, നീ ആരോഗ്യത്തോടുകൂടി വളരുകയും നീ ആഫിയത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടിയുമാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. നീ ഇന്ന് അവർക്ക് ചെയ്യുന്നത്, അവരെത്ര കാലമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത്രയും കാലത്തോളം അവരെ നീ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും ചെറുപ്പകാലഘട്ടത്തിൽ നിനക്കവർ ചെയ്തു തന്നതിന് അത് പകരമാവുകയില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കുന്ന കൂട്ടത്തിൽ വാർദ്ധക്യത്തിൽ സ്വന്തമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുന്നതിനെയും സംബന്ധിച്ച് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, തഅവ്വദു ബികലിമാത്തിൻ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅവ്വദു ബിഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കുകയും ചെയ്യണം. നബി തങ്ങൾ ഇങ്ങനെ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങുന്ന ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഭീരുത്വത്തിൽ നിന്നും കാവലിനെ ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ ബുഖൽ, അല്ലാഹുവേ പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. ശേഷം നബി തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു: വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അങ്ങേയറ്റം നിസാരമായി പോകുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുന്ന അവശമായ വാർദ്ധക്യത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എത്ര കാലമാണോ ജീവിക്കുന്നത് അത്രയും കാലം ആഫിയത്തോടു കൂടി ജീവിക്കുവാനും മരണം ഖൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിനോട് ഏത് സമയവും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയ വഅദാബിൽ ഖബർ, ദുനിയാവിന്റെ ഫിത്നയിൽ നിന്നും ഖബറിന്റെ അദാബിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് അവശതകൾ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത, മറവി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്കറിയാമായിരിക്കാം. അതുപോലെ തന്നെ സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കുമ്പോൾ അത് സ്വന്തമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള അവശതകൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ളവരെ കാണുമ്പോൾ അത് അവരുടെ രണ്ടാം ബാല്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുവാനും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുവാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഇതുപോലെ വയസ്സായ ഒരു മനുഷ്യൻ നബി തങ്ങളെ കാണാൻ വേണ്ടി വരികയുണ്ടായി. ഫഅബ്തൽ ഖൗമു അൻ യുവസ്സിഉ ലഹു, അങ്ങനെ അയാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നതിന് തടസ്സമുണ്ടായിക്കൊണ്ട് കുറച്ചാളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരദ്ദേഹത്തിന് വഴി നൽകാൻ ഒരൽപ്പം താമസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോടായി പറയുകയുണ്ടായി: ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖ്ഖർ കബീറനാ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ്. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ, നമ്മളുടെ കൂട്ടത്തിലുള്ള ചെറിയ ആളുകളോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല. വലം യുവഖ്ഖർ കബീറനാ, നമ്മളുടെ കൂട്ടത്തിലുള്ള മുതിർന്ന ആളുകളെ, പ്രായമായവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരും നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇന്ന മിൻ ഇസ്ലാലില്ലാഹി ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം, നരബാധിച്ച പ്രായമായ ഒരു മുസ്ലിമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഒരാൾ അള്ളാഹുവിന്റെ ഔന്നിത്യത്തെക്കുറിച്ചും മാന്യതയും ഒക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. നബി തങ്ങളുടെ ഈ അധ്യാപനം സ്വന്തം ജീവിതത്തിൽ പകർത്തിയ സ്വഹാബാക്കളുടെ ഒരുപാട് മാതൃകകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രായമായ ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെള്ളമെടുക്കാൻ വന്ന ആ പെൺകുട്ടികളുടെ ഉപ്പയുടെ അദ്ദേഹത്തിന് വാർദ്ധക്യമായതുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളമെടുക്കാൻ വരാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള കന്നുകാലികൾക്ക് വെള്ളമെടുക്കാൻ ഞങ്ങൾ മാത്രമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളമെടുക്കുന്ന തിരക്കിനിടയിൽ നിന്നും മാറി നിൽക്കുന്ന ആ പെൺകുട്ടികളെ അവരുടെ ഉപ്പയുടെ പ്രായം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സഹായിക്കുന്നത് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മക്കം ഫതഹിന്റെ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന രംഗം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
അദ്ദേഹം അങ്ങേയറ്റം വൃദ്ധനായ, വളരെയധികം അവശതകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ലൗ അഖറർത അശ്ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു, അദ്ദേഹത്തെ കാണാൻ വേണ്ടി എന്നോട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് സന്ദർശിക്കുമായിരുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തെ, അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് പറയുന്നത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരിക്കൽ മദീനയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ജൂതനായ വൃദ്ധനായ ഒരാൾ മദീനയിലൂടെ മറ്റുള്ള ആളുകളോട് സഹായം ചോദിച്ചുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം ആ മനുഷ്യനെ വിളിപ്പിക്കുകയും ദിമ്മിയായ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം അങ്ങേയറ്റത്തെ ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മാപ്പിന് അപേക്ഷിക്കുകയാണ്. മാ അൻസഫ്നാക, ഞങ്ങള് നിന്നോട് നീതിപൂർവം പെരുമാറുകയുണ്ടായില്ല, അതുകൊണ്ട് നിങ്ങള് ഞങ്ങൾക്ക് പുറത്തു തരണം. കുന്ന അഖദ്നാ മിൻകൽ ജിസിയ ഫീ ശബീബതിക, നിങ്ങൾ യുവാവായിരുന്ന സമയത്ത്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, അധ്വാനിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ജിസിയ ഈടാക്കിയിരുന്നു, ഞങ്ങൾ നികുതി ഈടാക്കിയിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വയസ്സായ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ചയാണ്, അത് നിങ്ങൾ മാപ്പാക്കി തരണമെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇറാഖ് കീഴടക്കിയ സന്ദർഭത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന, ഇറാഖിലെ ഹിറയിൽ ഉണ്ടായിരുന്ന നസാറാക്കളുമായി, ക്രിസ്ത്യാനികളുമായി ഒരു ഉടമ്പടി വെക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഉടമ്പടിയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള നസാറാക്കളോട് ഇപ്രകാരം പറയുകയുണ്ടായി, വജഅൽതു ലഹും അയ്യമാ ശൈഖിൻ ദുഅഫ അനിൽ അമൽ, അവരിൽ നിന്ന് ഏതൊരാള് അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, ബലഹീനതയുണ്ടാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഔ അസ്വാബതുഹു ആഫത്തും മിനൽ ആഫാത്ത്, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ധനികനായിരുന്ന ഒരാൾ ദരിദ്രനായി തീരുകയാണെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശരണരായ, ആലംബമില്ലാത്ത ആളുകളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുരിഹത് അൻഹുൽ ജിസിയ, അവര് ജിസിയ നൽകേണ്ടതില്ല, അവർക്ക് ജിസിയ മാറ്റിക്കൊടുക്കുന്നതാണെന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. വഇല മിൻ ബൈത്തി മാലിൽ മുസ്ലിമീന ഹുവ വഇയാലുഹു, ജിസിയ മാറ്റിക്കൊടുക്കുമെന്ന് മാത്രമല്ല, മറിച്ച് ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആവശ്യമായത് ഇസ്ലാമിക ഭരണകൂടം നൽകുമെന്നും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ ഉടമ്പടിയിൽ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു യാത്രക്കിടയിൽ ഗുഹാമുഖം അടഞ്ഞുപോയ 3 ആളുകളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരാളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവർ 3 പേരും അവർ ചെയ്ത നന്മകൾ അള്ളാഹുവിനോട് എടുത്തു പറയുകയും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതാണെങ്കിൽ അത് അവരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അവരെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി. അതിലൊരു മനുഷ്യൻ പറഞ്ഞതും, അല്ലാഹുമ്മ കാന ലി അബവാനി ശൈഖാനി കബീറാൻ, അള്ളാഹുവെ എനിക്ക് വയോവൃദ്ധരായ, അങ്ങേയറ്റം വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്റെ മക്കളെക്കാളും അവർക്ക് ഞാൻ ഭക്ഷണം കഴിപ്പിക്കുകയും പാല് കുടിപ്പിക്കുകയും ചെയ്യുന്നതിൽ അവരെ ഞാൻ പരിഗണിക്കുകയും അതിനുവേണ്ടി എന്റെ കുടുംബത്തെ ഒരുപാട് സമയം ഞാൻ അവരെ വിശന്ന് ഇരുത്തുകയും ഉണ്ടായി. അത് നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അള്ളാഹുവെ നീ അത് സ്വീകരിക്കുകയും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച സന്ദർഭങ്ങളും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രായമായവരെ ആദരിക്കുകയും അവർക്ക് അതിന്റെ പേരിൽ ശരീഅത്തിൽ ഒരുപാട് ഇളവുകൾ നൽകിയതും നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കരിക്കുന്ന വിഷയമായാലും അത് പ്രായത്തിന്റെ അവശത കൊണ്ട് നിന്ന് നമസ്കരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്നു കൊണ്ടും, അതിനും സാധിക്കുകയില്ലെങ്കിൽ കിടന്നുകൊണ്ടൊക്കെ നമസ്കരിക്കാമെന്നത് ശരീഅത്തിലെ ഇളവുകളാണ്. അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കുമ്പോൾ പിന്നിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ, അതുപോലുള്ള പ്രായം കൊണ്ടുള്ള അവശത അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമസ്കാരം ചുരുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നോമ്പിലും ഇപ്രകാരമുള്ള ഇളവുകളുണ്ട്. ആർക്കെങ്കിലും വാർദ്ധക്യത്തിന്റെ പേരിൽ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളുടെ പേരിൽ, അവശതയുടെ പേരിൽ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കില്ലെങ്കിൽ അവർ നോമ്പിൽ നിന്നും വിട്ടുനിൽക്കാനും അതിന് പകരമായി കൊണ്ടവർക്ക് ഫിദിയ നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരാൾക്ക് വാർദ്ധക്യത്തിന്റെ അവശത കാരണം ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അയാൾക്ക് പകരമായി കൊണ്ട് മറ്റൊരാളെ ഹജ്ജ് ചെയ്യിപ്പിക്കാനും ശരീഅത്തിൽ ഇളവുകൾ ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഇളവുകൾ നൽകുകയും ആദരിക്കുകയും ചെയ്ത പ്രായമുള്ളവരെ നമ്മളും ആദരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്നും സഹാബാക്കളുടെ ചരിത്രത്തിൽ നിന്നുമൊക്കെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രായമായവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുവാനും അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ള അവശതകളിൽ നിന്ന്, വാർദ്ധക്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.